കോപ്പറേറ്റീവ് എഡ്യൂടെക്കിന്റെ ക്യാപിറ്റൽ മാർക്കറ്റ് ക്ലാസ്സിലേക്ക് സ്വാഗതം. കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ അസിസ്റ്റന്റ് കേരള PSC പരീക്ഷ സിലബസിലെ കൊമേഴ്സുമായി ബന്ധപ്പെട്ട 10 മൊഡ്യൂളുകളുടെ ക്ലാസ്സുകൾ ആരംഭിച്ചിട്ടുണ്ട്. ചില മൊഡ്യൂളുകൾ നമുക്ക് അവസാനിപ്പിക്കാൻ പറ്റിയിട്ടുണ്ട്. ഓരോ മൊഡ്യൂളിന് ശേഷവും അതുമായി ബന്ധപ്പെട്ട പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഉൾപ്പെടെയുള്ള MCQ ക്വസ്റ്റ്യനുകൾ തൊട്ടടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാറുണ്ട്. ക്ലാസ്സിന്റെ നോട്ടിന് വേണ്ടിയിട്ട് ടെലഗ്രാം ഗ്രൂപ്പ് ഫോളോ ചെയ്യുക. ക്ലാസ്സുകൾ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മേജർ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇൻ ഇന്ത്യ എന്ന ഭാഗമാണ് ക്യാപിറ്റൽ മാർക്കറ്റിലെ 7ാമത്തെ മൊഡ്യൂളിൽ 10 മാർക്കിനുള്ള മൊഡ്യൂളിൽ ഇനി നമുക്ക് പറയാനുള്ളത്. ഇന്ത്യയിൽ മേജറായിട്ട് പ്രമുഖ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ 2 എണ്ണമാണുള്ളത്, BSE, NSE. അവയെ കുറിച്ചുള്ള അടിസ്ഥാന വിവരങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് വീഡിയോ ഉൾപ്പെടുത്തിയത്. നമുക്ക് ക്ലാസ്സിലേക്ക് നോക്കാം. എ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഈസ് ആൻ ഓർഗനൈസ്ഡ് മാർക്കറ്റ് പ്ലേസ് വെർ സെക്യൂരിറ്റീസ് ആർ ബോട്ട് ആൻഡ് സോൾഡ്. നമുക്കറിയാം പ്രൈമറി മാർക്കറ്റ്, സെക്കൻഡറി മാർക്കറ്റ്. പ്രൈമറി മാർക്കറ്റിൽ ഫ്രഷ് ഇഷ്യൂ ആണ്, അത് പിന്നീട് എക്സ്ചേഞ്ചിനായിട്ട് വരുന്ന മാർക്കറ്റാണ് സെക്കൻഡറി മാർക്കറ്റ്. അവിടെ ഫ്രഷ് ഇഷ്യൂ അല്ല, ആൾറെഡി ഇഷ്യൂ ചെയ്തത് ബയർ സെല്ലർ അങ്ങോട്ടും ഇങ്ങോട്ടും ബൈ സെൽ ചെയ്യുന്ന മാർക്കറ്റാണ്. ചുരുക്കം പറഞ്ഞാൽ എക്സ്ചേഞ്ച് ചെയ്യുന്ന മാർക്കറ്റാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്, സെക്യൂരിറ്റി മാർക്കറ്റ് എന്നൊക്കെ പറയാം. അവിടെ ഇക്വിറ്റി മാത്രമല്ല ട്രേഡ് ചെയ്യപ്പെടുക, ഷെയർസ്, ഡിബഞ്ചേഴ്സ്, ബോണ്ട്, ഡെറിവേറ്റീവ്സ് എല്ലാം ഇത്തരം ഓർഗനൈസ്ഡ് മാർക്കറ്റ് പ്ലേസിൽ ബൈ സെൽ ചെയ്യാറുണ്ട്. എന്തിനാ ഇത് ചോദിച്ചാൽ ഇറ്റ് പ്രൊവൈഡ് ലിക്വിഡിറ്റി, ട്രാൻസ്പെറൻസി ആൻഡ് റെഗുലേഷൻ ഫോർ സെക്യൂരിറ്റീസ് ട്രേഡിംഗ്. ഒരു വ്യവസ്ഥാപിതമായിട്ട് ഇത്തരം മാർക്കറ്റ് പ്ലേസുകൾ, എക്സ്ചേഞ്ചുകളിൽ ട്രേഡ് ചെയ്യുന്നതോട് കൂടിയിട്ട് ഇൻവെസ്റ്റേഴ്സിന് അവരുടെ സെക്യൂരിറ്റിക്ക് ലിക്വിഡിറ്റി ഉറപ്പുവരുത്താൻ പറ്റുന്നു. ഏത് സമയത്തും ഒരു റെഡി മാർക്കറ്റാണ് ബൈ ചെയ്യാനും സെൽ ചെയ്യാനും. അത് മാത്രമല്ല ട്രാൻസ്പെറൻസിയും കൂടിയാണ്. എത്ര ട്രേഡ് നടക്കുന്നുണ്ട്, എത്ര വോളിയം ഉണ്ട്, എത്ര ബയേഴ്സ് ഉണ്ട്, എത്ര സെല്ലേഴ്സ് ഉണ്ട്, കഴിഞ്ഞ കാലത്തെ ഹിസ്റ്ററി, അതിന്റെ പ്രൈസ്, ട്രെൻഡ് എല്ലാം ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് വിവരങ്ങൾ ലഭ്യമാകുന്ന ഒരു സിസ്റ്റം കൂടിയാണ് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റുകൾ. ഇൻ ഇന്ത്യ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആർ റെഗുലേറ്റഡ് ബൈ സെബി, സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ എന്ന സെബിയാണ് ഇന്ത്യയിൽ സ്റ്റോക്ക് മാർക്കറ്റുകളെ, പ്രൈമറി സെക്കൻഡറി മാർക്കറ്റുകളെ റെഗുലേറ്റ് ചെയ്യപ്പെടുന്നത്. നമുക്ക് നോക്കാം മേജർ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ. ഒന്ന് BSE, മറ്റൊന്ന് NSE. ഈ രണ്ടും എക്സ്ചേഞ്ചുകളാണ് ഈ ക്ലാസ്സിൽ മെയിനായിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതിലൊന്ന് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന BSE ആണ്. ഏഷ്യയിൽ തന്നെ, ഇന്ത്യയിൽ എന്ന് പറയേണ്ടതില്ല, ഏഷ്യയിൽ തന്നെ ഏറ്റവും ഓൾഡസ്റ്റ് ആയ 1875 സ്ഥാപിതമായ സ്റ്റോക്ക് എക്സ്ചേഞ്ച് കൂടിയാണ് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന BSE. ദലാൽ സ്ട്രീറ്റ്, മുംബൈയിലാണ് BSE സ്റ്റോക്ക് എക്സ്ചേഞ്ച് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യസ് ഫസ്റ്റ് റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്, അതായത് ഇന്ത്യയിലെ ആദ്യത്തെ റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് സെബി 1992 ആണ് വരുന്നത്. അപ്പൊ അതിന് മുമ്പ് ഫങ്ഷൻ ചെയ്ത ആക്ട് ആണ് സെക്യൂരിറ്റീസ് കോൺട്രാക്ട് ആക്ട്, അല്ലെങ്കിൽ സെക്യൂരിറ്റീസ് കോൺട്രാക്ട്സ് റെഗുലേഷൻ ആക്ട് 1956. പ്രധാനമാണ് സെക്യൂരിറ്റീസ് കോൺട്രാക്ട് റെഗുലേഷൻസ് ആക്ട് 1956. 1956 ഈ ആക്ടാണ് അതിന് മുമ്പേ, സെബിക്ക് മുമ്പേ ഇത്തരം ഫങ്ഷൻസ് റെഗുലേറ്റ് ചെയ്തത്. അപ്പോൾ അവര് ആദ്യമായിട്ട് ഇന്ത്യയിൽ റെക്കഗ്നൈസ് ചെയ്ത സ്റ്റോക്ക് എക്സ്ചേഞ്ച് കൂടിയാണ് BSE. സ്വാഭാവികമായിട്ടും ഏഷ്യയിലെ ആദ്യത്തെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് തന്നെ ആയിരിക്കുമല്ലോ അവർ റെക്കഗ്നൈസ് ചെയ്യാം. ഇന്ത്യയിലെ ആദ്യത്തെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇത് തന്നെ ആവണമല്ലോ. പിന്നെ ഇവരെ ബെഞ്ച്മാർക്ക് ഇൻഡെക്സ് എന്നത് സെൻസെക്സ് ആണ്. സെൻസസ് ആണ് BSEയുടെ ബെഞ്ച്മാർക്ക് ഇൻഡെക്സ്. സെൻസസിന്റെ ഫുൾ ഫോം സെൻസിറ്റീവ് ഇൻഡെക്സ് ആണ്. ഈ സെൻസെക്സിൽ 30 ടോപ്പ് കമ്പനികളാണ് അതിന്റെ ഇൻഡെക്സിനെയാണ് സെൻസെക്സ് എന്ന് പറയാം. ആ എക്സ്ചേഞ്ച് ലിസ്റ്റ് ചെയ്യപ്പെട്ട ഏറ്റവും അധികം മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഉള്ള ടോപ്പിൽ വരുന്ന ആദ്യ 30 കമ്പനികളെ പ്രൈസ് ചേഞ്ചസിന്റെ ഒരു ആവറേജിനെയാണ് ഇവിടെ ഇൻഡെക്സ് എന്ന് ഉദ്ദേശിക്കുന്നത്, സെൻസെക്സ്. അതിന് ആ ഇൻഡെക്സ് ആണ് സെൻസെക്സ് എന്നറിയപ്പെടുന്നത്. അതിന്റെ ഫുൾ ഫോം സെൻസിറ്റീവ് ഇൻഡെക്സ് എന്നാണ്. വേൾഡസ്റ്റ് ഫാസ്റ്റസ്റ്റ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇൻ ടേംസ് ഓഫ് ട്രാൻസാക്ഷൻ സ്പീഡ്. ട്രാൻസാക്ഷൻ സ്പീഡിന്റെ കാര്യത്തിൽ ഇതിനെ
ലോകത്തെ ഏറ്റവും വേഗത്തിൽ വളരുന്ന സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന ഖ്യാതി കൂടിയുണ്ട്. ഓരോ സ്റ്റോക്ക് എക്സ്ചേഞ്ചിനും ലോകത്തുള്ള NYSE, ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഓരോന്നിനും ഓരോ വിഷയത്തിൽ ഓരോ പ്രത്യേകതകൾ കൂടി ഉണ്ട്. അതും ചോദിക്കാറുണ്ട്. ലോകത്തെ ലീഡിങ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഏതാ ചോദിക്കാറുണ്ട്. അത് പല രീതിയിൽ പറയാൻ പറ്റും. ഏറ്റവും വളർച്ചയുള്ള സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഏതാ, ഏറ്റവും വലിയ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഏതാ, മാർക്കറ്റ് ക്യാപിറ്റലിസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ലിസ്റ്റ് ചെയ്ത ഷെയറുകളുടെ കമ്പനികളുടെ അടിസ്ഥാനത്തിൽ, അങ്ങനെ പല രീതിയിലും ആ വിഷയങ്ങൾ ചോദിച്ചേക്കാം. അപ്പോൾ BSE എന്നത് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ്. BSE ഇൻഡെക്സ് BSE സെൻസെക്സ് ആണ്. BSE സെൻസെക്സ് എന്ന് പറഞ്ഞാൽ സെൻസിറ്റീവ് ഇൻഡെക്സ് ആണ്. അതിൽ 30 കമ്പനികളാണ് ഇതിൽ വരിക. ടോപ്പ് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനുള്ള 30 കമ്പനികളുടെ വെയിറ്റ് ആവറേജ് ആണ് സെൻസെക്സ് എന്ന ഇൻഡെക്സ് ആയിട്ട് വരുന്നത്. ഇനി അടുത്ത പ്രധാനപ്പെട്ട എക്സ്ചേഞ്ച് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ്. NSE എന്നറിയപ്പെടാറുണ്ട്. 1992 മുംബൈയിലാണ് ഇത് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നത്. അതിന്റെ ഓപ്പറേഷൻ ആരംഭിക്കുന്നത് 1994 92 സ്ഥാപിതമാവുകയും 94 പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്ത ഇന്ത്യയിലെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ്, സെക്യൂരിറ്റി മാർക്കറ്റ് ആണ് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന NSE. ഫസ്റ്റ് എക്സ്ചേഞ്ച് ടു ഇൻട്രൊഡ്യൂസ് ഫുള്ളി ഓട്ടോമേറ്റഡ് ഇലക്ട്രോണിക് ട്രേഡിംഗ് സിസ്റ്റം ഇൻ ഇന്ത്യ. ഫുള്ളി ഓട്ടോമേറ്റഡ് ഇലക്ട്രോണിക് ട്രേഡിംഗ് സിസ്റ്റം, ഓട്ടോമേറ്റഡ് ഇലക്ട്രോണിക് ട്രേഡിംഗ് സിസ്റ്റം ഇന്ത്യയിൽ ഏറ്റവും ആദ്യം ആരംഭിച്ച സെൻസെക്സ്. മുൻപേ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് ഇത്. എന്താണ്? NSE ആണ്. NSEയുടെ ബെഞ്ച്മാർക്ക് ഇൻഡെക്സ് നിഫ്റ്റി 50 ആണ്. നിഫ്റ്റി 50 എന്നത് എന്താണ്? NSE 50 എന്നതിന്റെ ഷോർട്ട് ട്യൂബ് ആണ് നിഫ്റ്റി 50. 50 എന്ന് സൂചിപ്പിക്കുന്നത് നേരത്തെ സെൻസസിൽ 30 ടോപ്പ് കമ്പനികളാണ് വരുന്നതെങ്കിൽ ഇവിടെ ടോപ്പ് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനുള്ള 50 കമ്പനികളാണ് നിഫ്റ്റി 50 എന്ന ഇൻഡെക്സിൽ വരിക. ട്രാക്ക് പെർഫോം ദി ടോപ്പ് 50 കമ്പനീസ് അക്രോസ് ദി സെക്ടേഴ്സ്. പല സെക്ടറിലായി കിടക്കുന്ന ടോപ്പ് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനുള്ള 50 കമ്പനികളുടെ പ്രൈസ് ചേഞ്ചിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഇൻഡെക്സ് ആയിട്ടാണ് നിഫ്റ്റി 50 വരുന്നത്. ലാർജസ്റ്റ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇൻ ഇന്ത്യ ബൈ വോളിയം ആൻഡ് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ. മാർക്കറ്റ് ക്യാപിറ്റലൈസേഷന്റെ ബേസിലും വോളിയത്തിന്റെ ബേസിൽ, ട്രേഡ് നടക്കുന്നതിന്റെ ബേസിലും ഏറ്റവും വലിയ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ് ഇന്ത്യയിലെ NSE എന്നത്. മാർക്കറ്റുമായി ബന്ധപ്പെട്ട് NSE BSEയുമായി ബന്ധപ്പെട്ട് 1-2 പോയിന്റുകൾ സൂചിപ്പിക്കാണ്ട് നോട്ടിലില്ലാത്തത്. അതായത് NSEയിലും BSEയിലും ഉപയോഗിക്കുന്ന ടെക്നോളജിയിൽ മാറ്റമുണ്ട്. NSEയിൽ NEAT ആണ്. അതായത് നാഷണൽ എക്സ്ചേഞ്ച് ഫോർ ഓട്ടോമേറ്റഡ് ട്രേഡിംഗ് സിസ്റ്റം, നീറ്റ് എന്ന ടെക്നോളജിയാണ് ഉപയോഗിക്കുന്നത്. BSEയിലാണെങ്കിൽ അത് BOLT ആണ് ഉപയോഗിക്കുന്നത്. പിന്നെ ബേസ് ഇയറിനെ കുറിച്ച് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. NSEയിലെ ഒരു ഇൻഡെക്സ് ഉണ്ട്. ഇൻഡെക്സ് എന്നാ സ്റ്റാർട്ട് ചെയ്തത്, അല്ലെങ്കിൽ BSEയിലെ ഇൻഡെക്സ് എന്നാ സ്റ്റാർട്ട് ചെയ്തത്, അത് വെച്ചിട്ട് എത്ര പോയിന്റ് എന്നൊക്കെ ചോദിച്ച് കാണാറുണ്ട്. BSEന്റെ ബേസ് ഇയർ ആയിട്ട് പറയുന്നത് 1978 to 79, 78-79 ആണ് ബേസ് ഇയർ. അതന്നെ 79 ഫസ്റ്റ് ഏപ്രിലാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത്. 86 ലോഞ്ച് ചെയ്യുന്നു. 78-79 ബേസ് ഇയർ. 79 ഫസ്റ്റ് ഏപ്രിൽ അത് സ്റ്റാർട്ട് ചെയ്യുന്നു. ബേസ് വാല്യൂ 100 ആണ്. 100 ആണ് സ്റ്റാർട്ട് ചെയ്തത്, 100 പോയിന്റിൽ നിന്ന്. ആ പോയിന്റ് കയറി ഇന്ന് 80,000 മുകളിലെത്തി. അതായത് ഇത്രയും കാലത്തിനിടക്ക് അത്രയും മടങ്ങ് മാർക്കറ്റിന്റെ ഷെയറിന്റെ പ്രൈസിൽ ആവറേജ് വർധന വന്നിട്ടുണ്ടാവും എന്നാണ് സൂചിപ്പിക്കുന്നത്. അതേപോലെ BSEയെ സംബന്ധിച്ചിടത്തോളം 1995 ആണ് ബേസ് ഇയർ ആയിട്ട് വരുന്നത്. ബേസ് വാല്യൂ ഇവിടെ 1000 ആണ്, 1000 ആണ്, 1000 പോയിന്റ് ആണ്. NSEക്ക് അത് 100 പോയിന്റ് ആണ് പറഞ്ഞല്ലോ. പിന്നെ നിഫ്റ്റി 50 ഇൻട്രൊഡ്യൂസ് ചെയ്തത് 96ലും. വീണ്ടും പറയാം, ബേസ് ഇയർ നിഫ്റ്റിയുടെ 95-ഉം ബേസ് വാല്യൂ 1000ഉം. നിഫ്റ്റി 50 ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് 96ലും ആണ്. BSEയെ സംബന്ധിച്ചിടത്തോളം അത് ഓൾഡസ്റ്റ് ആണ് പറഞ്ഞ് അത് 875ലാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അന്ന് അതിന്റെ പേര് ഈ പറയുന്ന പേരല്ലായിരുന്നു, ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്നല്ലായിരുന്നു, നേറ്റീവ് ഷെയർ ആൻഡ് സ്റ്റോക്ക് ബ്രോക്കേഴ്സ് അസോസിയേഷൻ 1875. അങ്ങനെയാണ് അത് 875 വരുന്നത്. പിന്നീട് 877 അത് ദലാൽ സ്ട്രീറ്റിലെ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആയിട്ട് അത് മാറുന്നത്, അതിന്റെ പേരും രൂപവും മാറുന്നത്. 2007 കൂടി ഡീമെറ്റലൈസേഷൻ സിസ്റ്റം BSE ആരംഭിക്കുകയും ചെയ്തു. പിന്നെ ബോൾട്ട് ആണ് ടെക്നോളജി എന്ന് പറഞ്ഞു.
ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ ഓർക്കേണ്ടത്. 50 കമ്പനികൾ നിഫ്റ്റിയിലും 30 കമ്പനികൾ സെൻസസിലുണ്ട്. 1978-79 ബേസ് ഇയർ സെൻസസിന്റെ 100 പോയിന്റ് ആണ് ബേസ് വാല്യൂ ആയിട്ട് സ്റ്റാർട്ട് ചെയ്തത്. 1995 ഇയറിലാണ് 1000 വാല്യൂ പോയിന്റുകളായിട്ട് നിഫ്റ്റി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി നമുക്ക് ക്ലാസ്സിലേക്ക് തുടരാം. പിന്നെ മൂന്നാമത്തെ ഒരു എക്സ്ചേഞ്ച് നിലവിൽ പ്രവർത്തിക്കുന്നില്ല. മേജർ എക്സ്ചേഞ്ച് എന്ന ലിസ്റ്റിൽ നമുക്ക് കാണാവുന്ന ഒന്നും കൂടിയാണ് കൊൽക്കത്ത സ്റ്റോക്ക് എക്സ്ചേഞ്ച്. അത് അതായത് സെബിന്റെ ഒരു റെഗുലേഷൻസ് ഉണ്ട്. എത്ര എലമെന്റ്, അതായത് ട്രേഡ് നടന്നില്ലെങ്കിൽ അതെന്ത് ചെയ്യും, അതിന്റെ പ്രവർത്തനം അവസാനിപ്പിക്കണമെന്ന്. അതിന്റെ ഫലമായിട്ട് ഇന്ത്യയിൽ പല സമയത്തായിട്ട് ഉണ്ടായിരുന്ന 23ഓളം ലോക്കൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളുടെ ഒക്കെ പ്രവർത്തനം അവസാനിച്ചിട്ടുണ്ട്. അങ്ങനെ ഇപ്പൊ മേജറായിട്ട് BSE NSE മാത്രമാണ് പ്രവർത്തിക്കുന്നത് സെക്യൂരിറ്റി മാർക്കറ്റ് ആയിട്ട്. 2013 കൂടിയിട്ടാണ് CSEക്ക് കൊൽക്കത്ത സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ട്രേഡിംഗ് പ്ലാറ്റ്ഫോം അവസാനിപ്പിക്കാനുള്ള കാരണം ട്രേഡ് കുറവായത് കൊണ്ടാണ്. ആ കാരണം കൊണ്ട് തന്നെയാണ് നമുക്ക് ലാസ്റ്റ് സൂചിപ്പിക്കാണ്ട് കുറച്ച് ലോക്കൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, കൊച്ചിൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഒക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ അവസാനിപ്പിച്ചത് അങ്ങനെയാണ്. ഏതായാലും 1908 കൊൽക്കട്ടയിലാണ് കൊൽക്കത്ത സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആരംഭിക്കുന്നത്. വൺ ഓഫ് ദി ഓൾഡസ്റ്റ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ബട്ട് ട്രേഡിംഗ് വോളിയം ഇസ് വെരി ലോ ടുഡേ എന്നല്ല, ഇന്നിപ്പോൾ അത് പ്രവർത്തിക്കുന്നില്ല. ട്രേഡിംഗ് വോളിയം കുറവായതുകൊണ്ട് തന്നെയാണ് അതിന്റെ പ്രവർത്തനം അവസാനിപ്പിക്കേണ്ടി വന്നത്. പിന്നെ ഹാസ് റീജിയണൽ ഇമ്പോർട്ടൻസ് ബട്ട് നോട്ട് വെരി ആക്റ്റീവ് കമ്പയർഡ് ടു NSE BSE. ഈ പറഞ്ഞ ലോക്കൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളൊക്കെ NSE BSE കമ്പയർ ചെയ്യുമ്പോൾ അത്ര ട്രേഡ് നടക്കാറില്ല. പിന്നെ അതിന്റെ റെലവെന്റ് എന്തായിരുന്നു ആ കാലത്ത് ചോദിച്ചാൽ ഇന്നത്തെ പോലെ ഓൺലൈൻ ട്രേഡിംഗ് അല്ലാത്തത് കൊണ്ട് ലോക്കലി ഇപ്പൊ കൊച്ചിൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഉണ്ടെങ്കിൽ ഈ കേരള ഈ റീജിയനിലുള്ള ആളുകൾക്ക് അവിടെ പോയി ട്രേഡ് നടത്തായിരുന്നു. അപ്പൊ അതിന്റെ ആവശ്യമില്ല. അങ്ങനെ പല കാരണം കൊണ്ടാണ് ട്രേഡ് വോളിയം ഒക്കെ കുറയാനുള്ള കാരണം. പിന്നെ മേജർ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇൻ ഇന്ത്യ, നോട്ട് ഡബിൾ കയറിയതാണ്. ഇമ്പോർട്ടൻസ് ഓഫ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇമ്പോർട്ടൻറ്റ് എന്താ? ഇന്ത്യയിൽ നിന്നല്ല, സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇമ്പോർട്ടൻസ് എന്തെല്ലാമാണോ മുകളിൽ പറഞ്ഞ പോലെ ട്രാൻസ്പെറൻസി, ലിക്വിഡിറ്റി, ആ പോയിന്റ് ഒക്കെ ഇവിടെയും വരും. അതായത് പ്രൊവൈഡ് ലിക്വിഡിറ്റി ടു ഇൻവെസ്റ്റേഴ്സ്. കാരണം ഇത് റെഡി മാർക്കറ്റ് ആണ്. ഏത് സമയത്തും എത്ര കോടികളുടെ അസറ്റ് അവർക്ക് മാർക്കറ്റിൽ എന്ത് ചെയ്യാം, സെൽ ചെയ്യാനും ബൈ ചെയ്യാൻ പറ്റും. മാർക്കറ്റ് ഹവറിൽ, മാർക്കറ്റ് വർക്കിംഗ് ഡേയിൽ നിങ്ങളുടെ കയ്യിലൊരു ഭൂമി അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഗോൾഡ് പോലെ അസറ്റ് ഉള്ളതെങ്കിൽ അത് അത്ര വേഗത്തിൽ അത് ട്രേഡ് ചെയ്യാൻ സാധിക്കില്ല. അതൊരു പ്രത്യേകത തന്നെയാണ് സ്റ്റോക്ക് മാർക്കറ്റുകളുടെ. ഹെൽപ്സ് ഇൻ ക്യാപിറ്റൽ ഫോർമേഷൻ, ഫണ്ട് റൈസ് ചെയ്യാൻ. ഫണ്ട് ഒരു മാർക്കറ്റും കൂടിയാണ് ഇത്തരം സെക്കൻഡറി മാർക്കറ്റുകൾ. ഡയറക്റ്റ് ആയിട്ട് കമ്പനിയുമായിട്ട് ബന്ധമില്ലെങ്കിൽ പോലും പ്രൈമറി മാർക്കറ്റിലുള്ള ആ സെക്യൂരിറ്റീസ് പിന്നെ സെക്കൻഡറി മാർക്കറ്റിലേക്കാണ് വരുന്നത്. അത് രണ്ട് രീതിയിൽ ക്യാപിറ്റൽ ഫോം ചെയ്തേക്കാം. ഇൻവെസ്റ്റ് ചെയ്തവർക്ക് പിന്നീട് അവരെ ഫണ്ട് അപ്രീസിയേറ്റ് സംഭവിക്കാം. അങ്ങനെ പല രീതിയിലും അത് ക്യാപിറ്റൽ ഫോർമേഷൻ സാധ്യമാക്കുന്നുണ്ട്. ഫെസിലിറ്റേറ്റ് പ്രൈസ് ഡിസ്കവറി. ഒരു മാർക്കറ്റ് മെക്കാനിസം അവിടെ ഉണ്ട്. ഡിമാൻഡ് ആൻഡ് സപ്ലൈ മെക്കാനിസത്തിലൂടെ ഒരു മാർക്കറ്റ് പ്രൈസ് ഫോം ചെയ്യുന്നുണ്ട്. ഡിമാൻഡ് കൂടുന്ന സമയത്ത് ഷെയറിന്റെ വാല്യൂ കൂടുന്നു, ഡിമാൻഡ് കുറയുന്ന സമയത്ത് ഷെയറിന്റെ വാല്യൂ കുറയും, മാർക്കറ്റ് പ്രൈസ് കുറയുന്നു എന്ന രീതിയിൽ ഒരു പ്രൈസ് ഡിസ്കവറി. മാത്രമല്ല സെൻസിറ്റീവ് മാർക്കറ്റ് ആണ്. ലോകത്ത് നടക്കുന്ന മാർക്കറ്റിനെ ആ സ്റ്റോക്കുമായി ഡയറക്റ്റോ ഇൻഡയറക്റ്റോ ബാധിക്കുന്ന എല്ലാ കാര്യത്തിനും ആ സ്റ്റോക്കിലെ വിലയിൽ എന്ത് ചെയ്യും, മാറ്റമുണ്ടാകും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ യുദ്ധഭീഷണി നിലനിൽക്കുന്ന സമയങ്ങളിൽ ഇന്ത്യൻ ഡിഫൻസ് സ്റ്റോക്കുകളുടെ പ്രൈസ് കയറാറുണ്ട്. ഇനി യുദ്ധമൊന്നുമില്ല, ഇനി സമാധാനമാണ് എന്ന ന്യൂസ് വരുമ്പോഴേക്കും, അത്തരൊരു ഫീൽ വരുമ്പോഴേക്കും അത്തരം സ്റ്റോക്കുകളുടെ വിലയിൽ തകർച്ച വരാറുണ്ട്. അത് ഇന്ത്യ തമ്മിലുള്ള യുദ്ധം ആവണമെന്നില്ല, ലോകത്തെ ഏതെങ്കിലും രാജ്യം തമ്മിൽ യുദ്ധം ആയാലും മതി. പിന്നെ എൻഷ്യൂർ ട്രാൻസ്പെറൻസി ആൻഡ് ഇൻവെസ്റ്റർ പ്രൊട്ടക്ഷൻ അണ്ടർ സെബി റെഗുലേഷൻസ്. സെബിയിലെ ഒരുപാട് റെഗുലേഷൻസ് പ്രകാരം ഇൻവെസ്റ്റേഴ്സിന്റെ കോൺഫിഡൻസ് കൂട്ടുന്നുണ്ട്. ഇൻവെസ്റ്റർ പ്രൊട്ടക്ഷൻ, ഇൻവെസ്റ്റർ ഗ്രിവൻസ് എന്നൊക്കെ പല സംവിധാനങ്ങളും സെബിക്ക് കീഴിലുണ്ട്. എൻഷ്യൂർ ട്രാൻസ്പെറൻസി ഇതിന്റെ വേറൊരു ഘടകമാണ്. എല്ലാ കാര്യങ്ങളും ട്രാൻസ്പെറന്റ് ആണ്. നമ്മൾ ബൈ സെൽ പ്രോസസും എല്ലാം സ്ക്രീൻ ബേസ്ഡ് ആണ്. ഓരോ കാര്യങ്ങളും നമുക്ക് അപ്പോൾ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, അവിടെ ഹിഡൻ ആയിട്ടൊന്നുമില്ല, ഡയറക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് എല്ലാം കാണാനും അറിയാനും പറ്റും. പ്ലേ എ കീ റോൾ ഇൻ എക്കണോമിക് ഗ്രോത്ത് ബൈ മൊബിലൈസിങ് സേവിങ് ഇൻ ടു ഇൻവെസ്റ്റ്മെന്റ്. ആളുകളുടെ സേവിങ് ആണ് ഫസ്റ്റ് വേണ്ടത്. ആ സേവിങ് ആണ് പിന്നീട് ഇൻവെസ്റ്റ്മെന്റ് ആവുന്നത്. അപ്പൊ അതിനൊക്കെ ലീഡ് ചെയ്യുന്ന ഒരു ഓപ്ഷനും കൂടെ ആയിട്ട് ആര് വർക്ക് ചെയ്യുന്നുണ്ട് ഇന്ത്യയിലെ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റുകളിൽ?
വലിയ രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. നമുക്ക് കുറച്ച് എക്സാമിന് പ്രധാനപ്പെട്ട പോയിന്റുകളുടെ ഒരു കൺക്ലൂഷൻ നോക്കാം. ഓൾഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇൻ ഇന്ത്യ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ്, 875 ലാർജസ്റ്റ് അല്ലെങ്കിൽ ലീഡിംഗ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇന്ത്യ NSE. ഇന്ത്യയിൽ ഏറ്റവും ട്രേഡ് നടക്കുന്ന വോളിയം നടക്കുന്ന എക്സ്ചേഞ്ച് NSE തന്നെയാണ്, നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന NSE. ഫസ്റ്റ് ഇലക്ട്രോണിക് ട്രേഡിംഗ് സിസ്റ്റം, ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇലക്ട്രോണിക് ട്രേഡിംഗ് സിസ്റ്റം കൊണ്ടുവന്നത് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ്. 1994 ഫോം ചെയ്യുന്നത്, അതിന്റെ ഓപ്പറേഷൻ ആരംഭിക്കുന്നത്. ഇൻഡെക്സ് ഓഫ് BSEയുടെ ഇൻഡെക്സ് നേരത്തെ പറഞ്ഞു സെൻസെക്സ് ആണ്. സെൻസിറ്റീവ് ഇൻഡെക്സ് എന്ന സെൻസെക്സ് 30 കമ്പനികളാണ് സെൻസസിന്റെ അകത്ത് വരിക. NSEയുടെ ഇൻഡെക്സ് നിഫ്റ്റി 50 ആണ്. നാഷണൽ 50 എന്ന നിഫ്റ്റി ആണ് NSE ഇൻഡെക്സ് ആയിട്ട് വരിക. അതിൻ്റെ അകത്ത് 50 കമ്പനികളാണ് ഉണ്ടാവുക. 50 കമ്പനികളെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ആവറേജ് ആണ് ഈ നിഫ്റ്റി 50 എന്ന ഇൻഡെക്സ്. റെഗുലേറ്റർ ഓഫ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്, ഇന്ത്യയിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് റെഗുലേറ്റ് ചെയ്യുന്നത് 1992 മുതൽ ആരാണ്? സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ആണ്. അതിന് മുമ്പത്തെ കാര്യം നമ്മൾ പറഞ്ഞ് 56 ഒരു ആക്ടിന്റെ കാര്യം പറഞ്ഞിരുന്നല്ലോ. മോസ്റ്റ് റീജിയണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ക്ലോസ്ഡ്, അതായത് നേരത്തെ പറഞ്ഞ 10-20ഓളം റീജിയണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ ഉണ്ടായിരുന്നു. കൊൽക്കത്ത സ്റ്റോക്ക് എക്സ്ചേഞ്ച്, കൊച്ചിൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്നെല്ലാം പറഞ്ഞിട്ട് അവയൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? ക്ലോസ് ചെയ്തിട്ട് BSEയും NSEയും മാത്രമാണ് പോപ്പുലർ എക്സ്ചേഞ്ച് ആയിട്ട് ഇന്ത്യയിലുള്ളത്. ഓൺലി BSE ആൻഡ് NSE റിമെയിൻ സിഗ്നിഫിക്കൻറ്റ്. പിന്നെ വിച്ച് ഈസ് ദി ഓൾഡസ്റ്റ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇൻ ഇന്ത്യ? BSE. NSE വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1992. സെൻസസ് കൺസിസ്റ്റ് ഓഫ് ഹൗ മെനി കമ്പനീസ്? 30. സെൻസസിൽ 30 ഉണ്ടാവുക. നിഫ്റ്റി 50 ഈസ് ദി ഇൻഡെക്സ് ഓഫ് വിച്ച് സ്റ്റോക്ക് എക്സ്ചേഞ്ച്? NSE. ഹു റെഗുലേറ്റ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇൻ ഇന്ത്യ? സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. വിച്ച് ഇന്ത്യൻ സ്റ്റോക്ക് വാസ് ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ഇലക്ട്രോണിക് ട്രേഡിംഗ്? NSE ആണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇലക്ട്രോണിക് ട്രേഡിംഗ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് NSE ആണ്. ഇത്രയും പോയിന്റുകളാണ് നമുക്ക് മേജർ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇന്ത്യ എന്ന ഭാഗത്ത് ഉൾപ്പെടുത്താനുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട MCQ, PYQ ഉൾപ്പെടെ ഉള്ളവ തൊട്ടടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ്.